الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയങ്കരായ സത്യവിശ്വാസിനികളെ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കീഴ്പ്പെട്ട് തഖ്വയോടെ ഈമാനോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റി അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായി ജീവിക്കാൻ മരിക്കാനും ഇടയാകുന്നവരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ നിഅമത്തായിരുന്നു റമദാൻ. ഇനി നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെ എന്നതിൻ്റെ ഊർജം നമുക്ക് സ്വീകരിക്കാനുള്ളത് ഈ കഴിഞ്ഞുപോയ റമദാനിൽ നിന്നാണ്. അതുകൊണ്ട് റമദാനിന്റെ മാനസികാവസ്ഥ കഴിവിന്റെ പരമാവധി നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിഅമത്ത് തന്നിട്ട് ആ നിഅമത്ത് നമുക്ക് ഉപകാരപ്പെടാതെ പോവുക എന്നത് വലിയ ദുരന്തമാണ് ഉണ്ടാക്കി തീർക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ നിഅമത്തുകൾ എന്തെല്ലാമാണെന്ന ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലാ തുഹ്സുഹാന, അത് എണ്ണിക്കണക്കാക്കാവുന്നതല്ല, അത്രയൊന്നും അല്ലാതെ. വൈ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ സാധിക്കുകയില്ല.
എന്തെല്ലാമാണ്, എത്രയെല്ലാമാണ്, ആർക്കൊക്കെയാണ്, ഏത് വിധത്തിലാണ് എന്നത് നമ്മളെ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ്. വഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതൊക്കെ നമുക്കുള്ളതാണ്, നമ്മുടെ സൗകര്യങ്ങൾക്കുള്ളതാണ്, നമ്മുടെ ഉപയോഗത്തിലുള്ളത്. വായുവായാലും വെളിച്ചമായാലും ആരോഗ്യമായാലും എന്തായാലും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിൽ നിഅമത്തായി നമ്മളെ പഠിപ്പിച്ച ഒരു സംഗതിയാണ് വെള്ളം എന്നത്. ഖുർആനിൽ വെള്ളത്തെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞത്, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യൻ എന്നാണ്. ഈ ആകാശഭൂമികൾ, പ്രപഞ്ചമെല്ലാം പണ്ട് ഒരൊറ്റ വസ്തുവായിരുന്നു. പിന്നീട് അതിനെ ആകാശം വേറെ ഭൂമി വേറെ എന്നിങ്ങനെ ഇപ്പോഴുള്ള ഈ പ്രപഞ്ച സംവിധാനം അള്ളാഹു തീരുമാനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുമ്പോൾ ജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യൻ, വെള്ളമാണ് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന വസ്തു. വെള്ളത്തിൽ നിന്നാണ് നാം ജീവജാലങ്ങളെ സൃഷ്ടിച്ചെടുത്തത് എന്ന്. അപ്പൊ വെള്ളം നമ്മളോടൊപ്പമുണ്ട്, നമ്മളായി, നമ്മളിലായി. ഒരിക്കലും നമുക്ക് അള്ളാഹുവിൽ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയാത്ത നിഅമത്തായിട്ടാണ് അള്ളാഹു വെള്ളത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. രണ്ടാമതൊരിടത്ത് അള്ളാഹു വെള്ളത്തെക്കുറിച്ച് പറഞ്ഞത്, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ എന്ന. വെള്ളം, നിങ്ങൾ ഉപയോഗിക്കുന്ന, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘക്കൂട്ടങ്ങളിൽ നിന്ന് അവയെ താഴേക്ക് ഇറക്കി തന്നത് നിങ്ങളോ നിങ്ങളുടെ ശാസ്ത്രീയമായ വല്ല കഴിവുകളോ നിങ്ങൾക്ക് കീഴ്പ്പെട്ട് കിട്ടിയ മറ്റു വല്ല സംവിധാനങ്ങളോ ആണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നാമാണോ? മൂന്നാമതൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അഫറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅ്തീകും ബിമാഇൻ മഈൻ എന്ന. നിങ്ങൾ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ സ്രോതസ്സുകൾ വറ്റിപ്പോയാൽ, ആ ഉറവക്കണ്ണുകളെല്ലാം അടഞ്ഞുപോയാൽ, ഫമൻ യഅ്തീകും ബിമാഇൻ മഈൻ, പിന്നെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം, ശുദ്ധമായ വെള്ളം നിങ്ങൾക്കാര് നൽകും എന്നാണ്. മൂന്നാമതൊരിടത്ത് അങ്ങനെയാണ്. ഇനിയൊരിടത്ത് പരിശുദ്ധ ഖുർആൻ വെള്ളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, വമിൻ ആയാതിഹി അന്നക തറൽ അർള ഖാശിഅതൻ ഫഇദാ അൻസൽനാ അലൈഹിൽ മാഅ ഇഹ്തസ്സത് വറബത് ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗതാ ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നാണ്. വെള്ളമാണ് നമ്മുടെ ഉത്ഭവം, കാരണം എന്ന് പറഞ്ഞു. വെള്ളവും അള്ളാഹുവിനുള്ള ഇബാദത്ത് തൗഹീദുമായി ബന്ധപ്പെടുത്തി അതാരാണ് നിങ്ങൾക്ക് ഇറക്കി തന്നത് എന്ന ചോദ്യമുണ്ടായി. അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് നിങ്ങൾക്കത് തിരിച്ചു തരാൻ ദുനിയാവിൽ ഒരു പടപ്പിനും ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി. ഇതിനെല്ലാം ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കണം, അല്ല നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം
എന്താണ്? അന്നക്ക തെറലർല ഹാസ്യാത്തൻ, ഭൂമി വരണ്ടുണങ്ങി നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെ ഫൈദ അൻസൽനാ അലൈഹൽ മാ, ആ വിണ്ടുകീറിയ വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് നാം വെള്ളമിറക്കി തന്നാൽ, നാം ഇറക്കി തന്നാൽ എന്നാണ്. ഈ ഇഹ്തസ്സത്ത് വറബത്ത്, ഭൂമി കുതിർന്ന്, ഭൂമി വിണ്ടുകീറി അതിൽ നിന്ന് സസ്യലതാദികൾ മുളച്ചു പൊങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു നമ്മളോട് പറയും, ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗത. വെള്ളം ഉപയോഗപ്പെടുത്തി നിർജീവമായ ഭൂമിയെ ജീവസുറ്റമുള്ളതാക്കിയവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളൊക്കെയുള്ള ഒരു ദൃഷ്ടാന്തമായി പഠിപ്പിച്ചതൊരു കഴിവ്, ഒരു സംഗതി, വരാനിരിക്കുന്ന ഒരു ഗൗരവതരമായ ഒരു അവസ്ഥാവിശേഷം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അതെന്താണ്? ഇന്നല്ലദീ അഹ്യാഹ, നിർജീവമായി കിടന്ന ഈ ഭൂമിയെ യുവസുറ്റതാക്കിയവൻ ആരാണോ അവൻ ലമുഹ്യിൽ മൗത, ആ ഭൂമിക്കടിയിൽ മരണപ്പെട്ട് കിടക്കുന്നവരെയും ജീവിപ്പിക്കുമെന്നത് നിങ്ങൾ മറക്കാതിരിക്കണം. എന്തൊക്കെയായി? നമ്മളെ സംവിധാനിച്ചത്, സൃഷ്ടിച്ചത്, നമുക്ക് നമ്മുടെ കുടിവെള്ളവും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തി തന്നത്, അതൊക്കെ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നവനായ മനുഷ്യൻ അല്ലാഹുവെ മാത്രം ആരാധിക്കേണ്ടുന്നതിന്റെ ആവശ്യകത, നഷ്ടപ്പെട്ടാൽ തിരിച്ചു തരാൻ നിങ്ങൾക്കും മറ്റു വഴികളില്ല, മാർഗങ്ങളില്ല എന്ന ഓർമ്മപ്പെടുത്തൽ, ഇതിലുമൊക്കെ അപ്പുറം മരണത്തോടു കൂടി നിങ്ങൾ അവസാനിക്കുകയില്ല, ഈ വെള്ളത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിലുള്ള തെളിവുകൾ കൂടി കിട്ടാനുണ്ട് എന്നു പഠിപ്പിച്ച റഹ്മാനായ റബ്ബ് നമ്മളോട് പറഞ്ഞ ഒരു ചെറിയ സംഗതിയാണ്. വല്ലാത്ത ഒരു പ്രയോഗമാണ്. നാം ആകാശത്തു നിന്ന് വെള്ളമിറക്കി തരുന്നത് ഒരു നിശ്ചിതമായ അളവും കണക്കും വെച്ച് നിർണയിച്ച് കൃത്യമായ അളവിലാണ്, കൂടുതൽ നൽകുന്നില്ല. നമുക്ക് ദൂർത്തടിക്കാൻ ഒന്ന് മൂത്രമൊഴിച്ചാൽ 5 ലിറ്ററിന്റെ ഒരു ഫ്ലഷ് ടാങ്ക് മുഴുവനും വെള്ളം ഉപയോഗപ്പെടുത്തുവാൻ മാത്രമുള്ള ദൂർത്തിലുള്ള വെള്ളം അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നർത്ഥം. അങ്ങനെയല്ലേ? ഒന്ന് ഒതുവെടുക്കാൻ 10 ലിറ്ററിന്റെ ഒരു ബക്കറ്റിൽ വെള്ളം കൂട്ടിയാൽ പോരാ എന്ന് പറയാൻ മാത്രമുള്ള ദൂർത്തിനുള്ളത് ഇവിടെ നൽകപ്പെട്ടിട്ടില്ല. കൃത്യമായ തന്റെ അടിയാറുകൾക്ക്, മനുഷ്യൻ ഉൾപ്പെടെയുള്ള പടപ്പുകൾക്ക് ആവശ്യമായത് എത്രയോ അതുമാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതിനപ്പുറം അത് ദുരുപയോഗിച്ചാൽ, ഇന്ന് രാവിലെ സഹോദരന്മാരിൽ ഒരാൾ വിളിച്ച് ചോദിക്കുന്നത്, നമ്മൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്, അതിനുള്ള സമയമായോന്ന, അതിനുള്ള സമയമായോ എന്ന് ചോദിക്കുക. എന്താ സമയമായോ എന്ന് ചോദിക്കണത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞു, അല്ല നമ്മളെ ഈ ദൂർത്തൊക്കെ എന്നാണ്ട് ഒഴിവാക്കിയാല് 500 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് കൊണ്ട് 4 ആളുകൾ 2 ആളുകൾ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് തികയാതെ വരുന്ന ഈ ദൂർത്താണ്ട് ഒഴിവാക്കിയാൽ ഉള്ള വെള്ളം തന്നെ കുറെ കാലം കൂടെ ഒക്കെ പോകുമല്ലോ എന്നതല്ലേ ശരിയായ നിലപാട്. അതാണ് ശരിയായ നിലപാട് അല്ലേ? ആ മെയിൻ വാൾവൊക്കെ ഒന്ന് പകുതി പൂട്ടി വെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ട് പവറൊക്കെ ഒന്ന് കുറച്ചിട്ട് 4 ബക്കറ്റ് എന്നുള്ളത് ഒരു 1/2 ബക്കറ്റ് കൊണ്ടൊക്കെ ചെയ്ത് ശീലിക്കേണ്ടതുണ്ട്. കാരണം കൃത്യമായ അളവുണ്ട് താഴേക്ക് ഇറക്കി തരുന്നതിന്. എന്നിട്ട് അല്ലാഹു പറയും അങ്ങനെ ഇറക്കി തന്ന വെള്ളം നാം ഭൂമിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, താമസിപ്പിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ദുരുപയോഗം ചെയ്ത് നശിപ്പിക്കരുത്. കാരണം ആ തന്നവനായ പടച്ചതമ്പുരാൻ അത് തിരിച്ചെടുക്കാനും കഴിയും.
അത് തിരിച്ചെടുക്കാനും റബ്ബിന് കഴിയും. നദികൾ 44 എന്നാ പറയാ. ലക്ഷക്കണക്കിന് കിണറുകളുണ്ട്, 10,000-കണക്കിന് കുളങ്ങളുണ്ട്, പുഴകളും തോടുകളും മറ്റ് ജലസ്രോതസ്സുകളുമായി മറ്റു പല ലക്ഷങ്ങൾ നമുക്കുണ്ട്, ഈ കൊച്ചു കേരളത്തിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വൈദ്യുതിക്ക് ചാർജ് വാങ്ങുന്ന സംസ്ഥാനം ഏതാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം 35-40 ഡിഗ്രി ചൂടിനപ്പുറത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരവും ഈ വെള്ളമൊക്കെയുണ്ട് എന്ന് അവകാശപ്പെടുന്ന നാട് തന്നെയാണ്. ഇവിടെയാണ് പ്രസക്തമായ 1-2 കാര്യങ്ങളുള്ളത്. അതിലൊന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു സംഭവം ഹസനായ പരമ്പരയിലൂടെ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു കാട്ടുചോലയിൽ നിന്ന് ഉളൂ എടുക്കുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. അദ്ദേഹം ഉളൂ എടുക്കാൻ ധാരാളമായി വെള്ളം ഉപയോഗിക്കുന്നു. കാട്ടുചോലയിൽ നിന്നാണ്, ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നിന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ട് പറഞ്ഞു, ലാ തുസ്രിഫിൽ മാ, ദൂർത്തടിക്കരുത്, വെള്ളം അമിതമായി ഉപയോഗിക്കരുത്, ധാരാളിത്തം കാണിക്കരുത്. സുബ്ഹാനല്ലാഹ്, ടാപ്പ് ഫുള്ള് ഫോഴ്സിൽ തുറന്നിട്ടിട്ടാണ് നമ്മൾ ഫാത്തിഹ ഓതാൻ നിൽക്കരുത് ഒതു കൊടുക്കാനേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഓത്തില്ല എന്നുള്ള വേറെ കാര്യം. ഇതൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു വെച്ചാ പോരെ, ഇത് പോരെ, ഇതിനൊക്കെ കൂടെ ഉള്ള വെള്ളം കിട്ടുന്ന പറയണേ. ലാ തുസ്രിഫിൽ മാ, ദൂർത്തടിക്കരുത്, അമിതമാക്കരുത്. ഇപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫിൽ മാ ഇസ്റഫ്, പടച്ചോനെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിലും ദൂർത്തുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ ഫീ നഹരിൻ ജാരിൻ, അതൊരു കുതിച്ചൊഴുകുന്ന നദിയിൽ നിന്നാണെങ്കിൽ പോലും അതിനൊരു ദൂർത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഒതു കൊടുക്കാൻ കുളിക്കാനുള്ള വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ അതിനർത്ഥം. അന്യായമായി അത് ഉപയോഗിക്കാൻ പാടില്ല. 2-3 ആളുകളുള്ള നമ്മുടെ വീട്ടിൽ 750 ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്ക് ഫുള്ളായിട്ട് രാവിലെ വെള്ളം നിറച്ചാൽ വൈകുന്നേരം ആടിന് മുമ്പ് അത് തീരുന്നുണ്ട് എങ്കിൽ അതിനൊരു ന്യായവുമില്ല. കുട്ടികളെ കളയുന്നുണ്ട്, മറ്റോരാണ് മറിച്ചോരാണ്, ഞങ്ങളല്ല അപ്പഴാണ് അതാണ് ഇതാണ് എന്ന് പറയുന്നതിന് ഒരു ന്യായവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ ദൂർത്തടിക്കുന്ന നമ്മൾ തന്നെ ദുനിയാവിൽ ഏറ്റവും പുണ്യമേറിയ 2 പള്ളികളിൽ പോകുമ്പോൾ അവിടെ ഒതു എടുക്കാൻ നമുക്ക് കിട്ടുന്ന വെള്ളത്തിന്റെ കട്ടിയും കനവും സ്പീഡും അതിന്റെ അളവുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരാൾക്ക് ഒതു കൊടുക്കാൻ 2 ഹറമുകളിൽ നിന്ന് ലഭ്യമാകുന്ന വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചാൽ 2 ഗ്ലാസോ 2.5-3 ഗ്ലാസിന്റെ ഉള്ളിൽ വെള്ളമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ദുനിയാവിൽ 1,00,000 പുണ്യമുള്ള പള്ളിയിലും 1000 പുണ്യമുള്ള പള്ളിയിലും അന്തസ്സായി ഒതു കൊടുത്ത് നമസ്കരിച്ച് ശീലിച്ചു വരുന്ന ആളുകൾ നാട്ടിലേക്ക് വന്നാൽ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓരോ നിഅമത്തുകൾക്കും അല്ലാഹുവിന് കണക്കുണ്ട്. അത് തിരിച്ചു പിടിക്കേണ്ടത് എപ്പോഴാണ്, എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയുകയും ചെയ്യാം. അത് തിരിച്ചു പിടിച്ചാൽ ഫമയതീകും ബിമാഇൻ മഈൻ എന്ന ചോദ്യമുണ്ട്. അന്ന് ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഈ ധൂർത്തും ഈ ധാരാളിത്തവും ഈ അമിതമായ ഉപയോഗവും അനാവശ്യമായ ഉപയോഗവും ഒക്കെ ഒന്ന് ഒഴിവാക്കി ാണ് പ്രസക്തമാകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യർ കുടിക്കാനുള്ള, പൊതുജനത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളം മലിനമാക്കരുത്, അവിടെ മൂത്രമൊഴിക്കരുത്, വിസർജിക്കരുത് എന്ന് മാത്രം പറയാതെ അതിനടുത്ത് പോലും മലമൂത്ര വിസർജനങ്ങൾ നടത്തിയിട്ട് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാത്ത ഒരു അവസ്ഥ പോലും ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ പ്രകൃതിയോടുള്ള നിലപാട്, മറ്റുള്ളവരോടുള്ള കാഴ്ചപ്പാട്, ലഭ്യമായ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തുന്നതിലെ സൂക്ഷ്മതയുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഗതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുകളാൽ അനുഗ്രഹീതമായ ഒരു നാട് കഷ്ടപ്പാടിന്റെ വരൾച്ചയുടെ പിടിയിലാണ്. തൊട്ടപ്പുറത്തുള്ള ഒരു നാട്ടിനെ സംബന്ധിച്ചുള്ള വിവരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 10 ആളുകളുള്ള ഒരു കുടുംബത്തിന് 100 ലിറ്റർ വെള്ളമാണ് അനുവദിക്കുന്നത് എന്നതാണ്. 10 ആളുകളുള്ള ഒരു കുടുംബത്തിന് അലക്കാനും കുളിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും മലമൂത്ര വിസർജ്യങ്ങൾ വൃത്തിയാക്കാനും ഒക്കെ കൂടെ 10 ആളുകളുള്ള ഒരാൾക്ക് 10 ലിറ്റർ വെള്ളം കൊണ്ട് തീർക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലത് തന്നെയാണ് എന്നത്, അത് നമ്മളോട് അതിരു പങ്കിടുന്ന ചില നാടുകൾ തന്നെയാണ് എന്നത് മിനിഞ്ഞാന്ന് രാത്രിയിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്തപ്പോ ആ ഹോട്ടൽ മാനേജർക്ക് ആകെ പറയാനുണ്ടായിരുന്നത് ഇത്ര വെള്ളം അനുവദിക്കുള്ളൂ കേട്ടോ, നിങ്ങൾ 8 ആളുണ്ട്, 8 ആളും കൂടെ ഇത്ര വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിനപ്പുറം വെള്ളം ഉപയോഗിച്ചാൽ കാശ് വേറെ തരേണ്ടി വരുന്നു. എന്നോട് ദീർഘനേരം പറയുകയാണ് മിനിഞ്ഞാന്ന് വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നാളെ നമ്മുടേതും നമ്മുടെ ദുരന്തവും ആവാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും നിലവിലില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, അള്ളാഹു വെള്ളം എന്നത് ഒരു ഞാമത്തായിട്ടാണ് അനുവദിച്ചിട്ടുള്ളത്, ഒരു ധൂർത്തായിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നൂഹ് നബിയുടെ ജനതയെ ശിക്ഷിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. പലതരത്തിൽ എന്ന് ഖുർആൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാകും. വലനബിലുവന്നക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നല്ലതായും തീയതായും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. എല്ലാ പരീക്ഷണങ്ങളെയും തരണം ചെയ്ത് അതിലൊക്കെയുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ എന്ത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ജീവിതത്തിലേക്ക് മാറ്റി അതവരുടെ കുടുംബത്തിലേക്ക് മാറ്റി വ്യക്തി ജീവിതത്തിൽ അത് പാലിക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മൾ ഉത്തമന്മാരായ മുസ്ലിമീങ്ങളാവുക, ഉത്തമന്മാരായ പൗരന്മാരാവുക, ഉത്തമന്മാരായ രാജ്യശ്രേയികളാവുക. ഉള്ളത് കണ്ടമാനം ദൂർത്തടിച്ച് അവസാനം കിടന്നുറങ്ങാനുള്ള വീടിന്റെ കഴുക്കോലുകൾ കൂടി വിറ്റു തിന്നുന്ന പഴയ ഇല്ലത്തെ തമ്പ്രാക്കന്മാരുടെ ആ പഴയകാല സ്വഭാവമല്ല മുസൽമാന്റേത് എന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. വീടുകളിൽ പോയി ഈ കാര്യങ്ങളൊക്കെയും ഒന്ന് നടപ്പിൽ വരുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ കിണറുകളുടെ ആഴം കണ്ടു തുടങ്ങി. നമ്മളിൽ പലരും തെങ്ങിനും മറ്റുള്ളവർക്ക് നരക്കരൊക്കെ നിർത്തിവെച്ച് തുടങ്ങി. നമ്മളിൽ പലരും പലയിടത്തും ആ കഷ്ടപ്പാടിങ്ങനെ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നു. മഴ പെയ്യുന്നില്ലല്ലോ എന്ന് നമ്മളിൽ പലരും സങ്കടപ്പെടുന്നിടത്ത് നമ്മളും എത്തിയിട്ടുണ്ട് എന്നിടത്ത് നിന്നെങ്കിലും ഒരു തിരിച്ചറിവ്, വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് വരാതെ പള്ളിയിൽ വന്നിട്ട് തന്നെ ഒതുവെടുക്കണമെന്ന് വാശി പിടിക്കുന്നവർ പള്ളിയിലും ഈ ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ പള്ളികളിലും വെള്ളവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നത് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പരമാവധി അള്ളാഹുവിലേക്ക് വിനയത്തോടെ പ്രാർത്ഥിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കണം. അത്തരം ഒരു അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഹലക്കത്തിൽ അംവാൽ വഖതഅത്തി സുബുൽ, അള്ളാഹുവിന്റെ ദൂതരെ ജീവിക്കാൻ ഒരു മാർഗവുമില്ല, സ്വത്തും മുതലും ഒക്കെ കൃഷികളൊക്കെ ഉണങ്ങി കരിയാൻ തുടങ്ങി, കന്നുകാലികളൊക്കെ വെള്ളം കിട്ടാതെ ചത്തുവിടാനുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദൂതരെ ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടിയിട്ട്, മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചാടി. എപ്പോഴാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? ഹലക്കത്തിൽ അംവാൽ വഖതഅത്തി സുബുൽ, മുതലൊക്കെ നശിക്കാൻ തുടങ്ങുന്നു, ജീവിക്കാനുള്ള എല്ലാ മാർഗവും മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥാവിശേഷം സംജാതമാവാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈകൾ ഉയർത്തുന്നു, അല്ലാഹുമ്മസ്ഖിനാ ഗൈസൻ മുഗീസ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന നമ്മളുടേതാണ്. അല്ലാഹുമ്മസ്ഖിനാ, അതിനൊരു മിമ്പറ് വേണ്ട, അതിന് കുറച്ച് ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് മഴയ്ക്ക് വേണ്ടി നിസ്കാരം വേണ്ട. ഇതൊക്കെ പള്ളിക്കര മൂല്യന്മാർ നടത്തേണ്ട പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് ഇതിലൊന്നൊരു ഉത്തരവാദിത്തമല്ല. ഞങ്ങൾ വെറുതെ ആമീൻ പറഞ്ഞു നിന്നാ മതി എന്നിടത്തല്ല. അല്ലാഹുമ്മസ്ഖിനാ ഗൈസൻ മുഗീസ,
അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകാശം മേഘാവൃതമാകുന്നു, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് സൂര്യപ്രകാശമേ കാണാൻ പറ്റാത്ത രൂപത്തിൽ മഴ പെയ്തു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തോടൊപ്പം ഉണ്ടാകണം. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന വീണ്ടും വീണ്ടും പറയുന്നത്, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ എന്ന് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. മക്കളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. ഒപ്പം അല്ലാഹുവോട് വിനയപ്പെട്ട് വിനയമുള്ളവരായി ജീവിക്കുക. ഖുർആൻ പറഞ്ഞല്ലോ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നു, വഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുവിൻ, അല്ലാഹു നിങ്ങൾക്ക് ആകാശത്തെ തുള്ളി തുള്ളികളായി നിങ്ങളുടെ മേൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം അബ്വാബൻ മിനസ് സമാഇ വൽ അർദ്. ഈമാനുള്ളവരായി തഖ്വയുള്ളവരായി മനുഷ്യർ ജീവിക്കാൻ തുടങ്ങിയാൽ ലഫതഹ്നാ അലൈഹിം അബ്വാബ സമാഇ വൽ അർദ്, ആകാശ കവാടങ്ങൾ മഴ കൊണ്ടും ഭൂമി കായ്കനികൾ കൊണ്ടും ഫലമൂലങ്ങൾ കൊണ്ടും നാം അവർക്ക് മേൽ ബറക്കത്താക്കി തുറന്നിടുമ്പോ അതിന്റെ കവാടങ്ങൾ ഐശ്വര്യത്തിന്റെ കവാടങ്ങളെന്ന്. ഈമാൻ വിടാതിരിക്കുക, തഖ്വയുള്ളവരാവുക, ഇസ്തിഗ്ഫാർ പതിവാക്കുക, പരമാവധി ഭക്തിയോടെ വിനയത്തോടു കൂടി അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുക. ഈ ദുരിതം നമ്മളിൽ നിന്നുള്ള എടുത്തു മാറ്റുമാറാവട്ടെ. യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا وصفينا محمد الأمين وعلى آله وأزواجه الطاهرات أمهات المؤمنين وأصحابه الفائزين الكرام ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ വിനീത വിധേയരായി ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിന്റെ തുടർച്ച എല്ലാ മേഖലയിലും ഉണ്ടാവണം എന്ന് നമുക്ക് പലതവണ കേട്ടതും മനസ്സിലാക്കിയതുമൊക്കെയാണ്. ആ തുടർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ശവ്വാലിൽ നിന്നുള്ള 6 നോമ്പുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻസ്വാമ ശഹ്റ റമളാൻ വമാ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ കസിയാമിസ് സന എന്നൊക്കെ പല റിപ്പോർട്ടുകൾ കാണാം. റമളാനിലെ നോമ്പുകൾ മുഴുവനായി അനുഷ്ഠിക്കുകയും അല്ലെങ്കിൽ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും അതിനെ തുടർന്ന് ശവ്വാലിൽ 6 നോമ്പുകൾ നോറ്റുകൂട്ടുകയും ചെയ്താൽ അവർക്ക് കാലം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലമുണ്ട്, ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞ നമ്മൾ 6 നോമ്പ് എന്നും 6 നോമ്പുകളും എന്നൊക്കെ പറയുന്ന ആ ഒരു മഹത്തായ ഇബാദത്തുകൾ കൂടി റമളാനിനോടനുബന്ധിച്ച് നമ്മൾ നിലനിർത്തണം. നമ്മൾ അതുകൂടി ഒന്ന് പരിശീലിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഇവിടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. കിതാബുകളിൽ ചിലതിലൊക്കെ കാണാം 2 മുതൽ 7 വരെ തന്നെ ആ നോമ്പെടുക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ഇമാം ഇബ്നു തൈമിയ്യ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിലൊക്കെ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. സിത്തമിൻ ശവ്വാൽ എന്ന പ്രയോഗത്തിൽ നിന്ന് റമളാൻ കഴിഞ്ഞ് ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും 6 ദിവസം ഒന്നിടവിട്ടോ തുടർച്ചയായോ ആഴ്ചയിൽ 2 ദിവസം വെച്ചോ എങ്ങനെ ആയാലും കുഴപ്പമില്ല, ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പ് ആ 6 നോമ്പുകൾ നോറ്റുകൂട്ടണം എന്ന് മാത്രമേ നിയമമുള്ളൂ. അതാണ് സുന്നത്തായ രീതി. 2 മുതൽ 6, 7 വരെ തുടർച്ചയായി നോൽക്കണമെന്നോ 2-നെടുത്തിട്ട് പിന്നീട് ഒന്നിച്ചെടുത്താൽ മതി എന്നോ എടുക്കുന്നത് മുഴുവൻ തുടർച്ചയായി എടുക്കണമെന്നോ ഒരു നിയമവും ഒരു നിബന്ധനയും അതിലില്ല. ശവ്വാലിൽ എപ്പോഴെങ്കിലും അത് നോറ്റുകൂട്ടണം, 6 എണ്ണം പൂർത്തിയാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം
അങ്ങനെയാണെങ്കിൽ പഠിച്ചോനെ ഇന്നലെ ഇന്നല്ലോ 2 നമുക്ക് നോക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടാവരുത്. ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ആ 6 നോമ്പുകൾ കൂടി നോറ്റ് തീർക്കുവാൻ, അങ്ങനെ കാലം മുഴുവൻ നോമ്പെടുത്തവർക്ക് ലഭിക്കുന്ന പ്രതിഫലം സ്വന്തമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കളെയും കുടുംബങ്ങളെയും കൂടി ഈ വിഷയത്തിലേക്ക് ഒന്ന് കൈപിടിച്ച് റമദാനിൽ നോമ്പെടുത്ത അതേ ആവേശത്തോടു കൂടി ഈ ഒരു 6 നോമ്പുകൾ കൂടി നോറ്റുവീട്ടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വീഴ്ചകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വെള്ളത്തിന്റെ ലഭ്യത നഷ്ടപ്പെടാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിരന്തരമായി മഴ വർഷിപ്പിക്കുമാറാവട്ടെ. അതോടൊപ്പം ലഭ്യമായ ഈ മഹത്തായ അനുഗ്രഹത്തെ അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അവഗണന കൊണ്ടോ ധൂർത്ത കൊണ്ടോ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുവാനുള്ള ജാഗ്രതയും മുൻകരുതലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനിന്റെ ഭാഗമായി തന്നെ നൽകുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ശിഫ നൽകുമാറാവട്ടെ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് രക്ഷ നൽകണമേ. റഹ്മാനെ, രാജ്യം നേരിടുന്ന ഈ വെല്ലുവിളിയിൽ നിന്ന് രാജ്യത്തെ ശരിയായ വഴിയിലേക്ക് കൈപിടിച്ചു വരുത്താനുള്ള ആളുകളുടെ കയ്യിലേക്ക് ഇതിന്റെ അധികാരം നീ തിരിച്ചേൽപ്പിക്കണമേ. റഹ്മാനെ, ഈ സമുദായത്തെ അപമാനിക്കുന്നവർ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് ഭരണകൂടത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അവർക്കുമേൽ ഈ സമുദായത്തിന്റെ പ്രവർത്തകർക്കും സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഇസ്സത്ത് നൽകണമേ. റഹ്മാനെ, സമുദായത്തിന്റെ രക്ഷക്ക് തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉയർച്ചയ്ക്കു വേണ്ടി വളർച്ചയ്ക്കു വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ ഈ സമുദായത്തിനും അതിന്റെ നേതൃത്വത്തിനും തൗഫീഖ് നൽകണമേ. റഹ്മാനെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അജ്രിനാ വഅജ്ർ വാലിദീനാ വഅഖ്രിനാ മിനൻ നാർ. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على محمد.